ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 58 വാട്ട് ഈസ് വാട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഒരു സെൻറ്റൻസ് തരുവാണെങ്കിൽ അതെങ്ങനെ നെഗറ്റീവ് ആക്കാം, ഒരു സെൻറ്റൻസ് എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് പഠിച്ചു. അത് പഠിക്കാത്തവർ കൃത്യമായിട്ട് അത് നോക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ പറയുകയുണ്ടായി കുറച്ച് ക്വസ്റ്റ്യൻ, ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. WH ക്വസ്റ്റ്യൻസ്. അപ്പം WH ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ദ വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് WH, വാട്ട്, വിച്ച്, വെയർ, ഹൂ, ഇതെല്ലാം വെൻ, ഇതെല്ലാം WH ക്വസ്റ്റ്യൻസ് ആണ്. അതിനോടൊപ്പം വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യം കൂടെയാണ് ഹൗ എന്ന് പറയും. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വാട്ട് എന്ന് വെച്ചാൽ എന്താണ്, അല്ലേ? എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നതിനാണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് വേർഡ്സിന് നമ്മൾ ഗ്രൂപ്പായിട്ട് പറയുന്നതാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നതിന്, ദ വേർഡ്സ് ദാറ്റ് യൂസ്ഡ് ഫോർ ക്വസ്റ്റ്യനിങ്, എന്തെങ്കിലും കാര്യം ചോദിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിങ് എന്ന് ഓർത്തിരിക്കുക. ഒന്നാമതായിട്ട് വാട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ മാറ്റർ, എന്താണ് കാര്യം. നിങ്ങൾ ചോദിക്കാറില്ലേ എന്താ കാര്യം? അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നതിന് വേണ്ടി നമ്മൾ വാട്ട് യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ദ മാറ്റർ. രണ്ടാമതായിട്ട് വാട്ട് ഡസ് ഹി ഡു, അവൻ എന്താ അവിടെ ചെയ്യുന്നത്, അവൻ എന്താ ചെയ്യുന്നത്, അവൻ എന്നാ പണി, അതിനെല്ലാം വാട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളുടെ ഒക്യുപ്പേഷൻ, അവൻ്റെ ജോലി, അതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ വാട്ട് യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ആർ ദോസ് ബേർഡ്സ്. തേർഡ് വൺ, അതെന്ത് തരം പക്ഷികളാണ്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ട്രീസ് ആർ ദേ. അപ്പം എന്ത് തരത്തിലുള്ള മരങ്ങളാണത്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആർ ദേ, എന്ത് തരത്തിലുള്ള വൃക്ഷങ്ങളാണത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയത്തില്ലേ, ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ്, ഒരു സാധനത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഒരു മനുഷ്യനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ബേർഡ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതിനെപ്പറ്റിയൊക്കെ അറിയുന്നതിന് നമ്മൾ വാട്ട് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു ഇൻക്വയർ ആസ് ടു ദ ഫുൾ യൂസ്ഫുൾനെസ്, ഫോഴ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഊന്നൽ കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കാണിക്കുന്നതിന്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു സബ്ജക്റ്റ്, ഒരു ഐഡിയ നമുക്ക് അതിനെപ്പറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് നമ്മൾ വാട്ട് യൂസ് ചെയ്യാറുണ്ട്. ആ എക്സാമ്പിൾ നോക്കുക. വാട്ട് ഈസ് വെൽത്ത് വിത്തൗട്ട് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താ? പണം എത്ര ഉണ്ടായാലും സുഹൃത്തുക്കളില്ലെങ്കിൽ എന്താണ് കാര്യം? സുഹൃത്തുക്കളില്ലെങ്കിൽ എന്താണ് കാര്യം? എന്തുമാത്രം കാശുണ്ടാക്കിയാൽ എന്നാ, സുഹൃത്തുക്കളില്ലെങ്കിൽ ഏതെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അപ്പം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? വിത്തൗട്ട് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളില്ലായ്മ എന്നുള്ള ഒരു കാര്യത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമുക്കിവിടെ വാട്ട് യൂസ് ചെയ്യാം. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ യു നീഡ് വാട്ട്, നിനക്ക് എന്താണ് ആവശ്യം. അപ്പം വാട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നേക്കുന്നുണ്ടോ, ലാസ്റ്റ് അല്ലേ, മൂന്നാമത്തെ വേർഡാണ് വാട്ട് എന്ന്. യു നീഡ് വാട്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണോ അപേക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ എന്താ പറഞ്ഞത് എന്നൊക്കെ, എനിക്കത് മനസ്സിലായില്ല, നീ ഒന്നും കൂടെ അത് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നതിന് നമുക്ക് വാട്ട് യൂസ് ചെയ്യാം. യൂസ്ഡ് ടു റിക്വസ്റ്റ് എ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ഓർ ഇൻഫർമേഷൻ നോട്ട് ഫുള്ളി അണ്ടർസ്റ്റുഡ്. മനസ്സിലാവാത്ത ഒരു കാര്യം നമുക്കൊന്നും കൂടെ ചോദിക്കുന്നതിന് നമുക്ക് വാട്ട് യൂസ് ചെയ്യാം. ഹൗ മച്ച്. നെക്സ്റ്റ്, ഹൗ മച്ച് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു സാധനത്തിന് എത്ര രൂപയാണ്. അപ്പം വാട്ട് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ. ഇപ്പം കടയിൽ ചെല്ലുവാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കാണുകയാണെങ്കിൽ, അത് മേടിക്കുവാണെങ്കിൽ അതിന് എത്ര രൂപയായി എന്ന് ചോദിക്കുന്നതിന് നമ്മൾ വാട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഡസ് ഇറ്റ് കോസ്റ്റ്. അതുപോലെ തന്നെ ഐ വിൽ സെൻഡ് വാട്ട് വാസ് പ്രോമിസ്ഡ്. ഐ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് വിച്ച്. അപ്പം ഐ വിൽ സെൻഡ് വാട്ട്, ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ അയച്ചു തരാം. അപ്പം ഞാൻ എന്താണ് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വാട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നെക്സ്റ്റ് വൺ, ഹി സെഡ് വാട്ട് എവരി വൺ തിങ്സ്. അവൻ പറഞ്ഞു എല്ലാവരും എന്താണ് വിചാരിക്കുന്നത്, അവനെ പറ്റി എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം അവൻ പറഞ്ഞു എന്ന് പറയും. അപ്പം നമ്മൾ ഈ വാട്ട് എല്ലാത്തിനും ആകത്തുക നോക്കുവാണെങ്കിൽ ഒരാളുടെ സവിശേഷത, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ സവിശേഷതയൊക്കെ അറിയുന്നതിന്, ഒരു ഇൻഫർമേഷൻ അറിയുന്നതിന്, അവനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിനെ കുറിച്ചോ ബേർഡ്സിനെ കുറിച്ചോ കൂടുതൽ അറിയുന്നതിന് നമ്മൾ വാട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, വാട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്.
ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണ്, വാട്ട് ക്ലോത്ത് ഷാൽ ഐ പാക്ക്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നൗണിൻ്റെ മുമ്പ് വാട്ട് യൂസ് ചെയ്യുമ്പം ആ സെൻറ്റൻസിന് വന്ന മാറ്റം എന്താണെന്ന് നോക്കാം. വാട്ട് ന്യൂസ്, എന്താണ് വാർത്ത. അവിടെയൊക്കെ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ന്യൂസ് ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ക്ലോത്ത്സ് ആണോ നൗൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം, അതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ വാട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? വാട്ട് ന്യൂസ്, എന്താണ് വാർത്ത. അതുപോലെ തന്നെ വാട്ട് ക്ലോത്ത് ഷാൽ ഐ പാക്ക്, എന്ത് ഡ്രസ്സാണ് ഞാൻ പാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡ്രസ്സ് ഞാൻ കരുതി വെക്കണം. നെക്സ്റ്റ് ടേക്ക് വാട്ട് സപ്ലൈസ് യു നീഡ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ, വാട്ട് എവർ തിങ്സ്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം, ടേക്ക് വാട്ട് സപ്ലൈസ് യു നീഡ്. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നീ എടുത്തോളാൻ. അപ്പം അവിടെ നമുക്ക് വാട്ട് അവിടെ യൂസ് ചെയ്യാം. ആസ് ആൻ അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? an ആക്ഷൻ, എന്തെങ്കിലും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് വേർബ് എന്ന് പറയുന്നത്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ അവിടെ ജസ്റ്റ് പറയുന്നുള്ളൂ. ഹി സിങ്സ് ലൗഡ്ലി എന്ന് പറയുന്നത് അവൻ പാടുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് വേർബ് എന്ന് പറയുന്നത്, അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പാടുക എന്നാണ്. അപ്പം അവിടെ വേർബ് എന്ന് പറയുന്നത് സിങ്സ് ആണ്. അപ്പം അതിന് അഡ്വേർബായിട്ട്, അതിന് ആ സിങ്സ് പാടുന്നതിന് ഇച്ചിരി ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടി ഹി സിങ്സ് ലൗഡ്ലി ആണ് അഡ്വേർബ്. അപ്പം അഡ്വേർബായിട്ട് വാട്ട് യൂസ് ചെയ്യാറുണ്ട് ചില സെൻറ്റൻസുകൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഓർ ഡിഗ്രി, ഹൗ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എത്രമാത്രം വേണം, എത്രമാത്രം നിനക്കുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, വാട്ട് ഡു യു ഫീൽ, എന്താണ് നിനക്ക് തോന്നുന്നത്. അപ്പോൾ എന്തുമാത്രം ഉണ്ട് നിനക്ക് ഉള്ളിലുള്ള തോന്നൽ എന്നൊക്കെ ചോദിക്കുന്നതിനാണ് വാട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്, എന്തുമാത്രം നിനക്ക് മനസ്സിലായി. അപ്പോൾ എന്തുമാത്രം എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് വാട്ട് യൂസ് ചെയ്യാം. സെക്കൻഡ്, യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ് ബിഗിനിങ് വിത്ത് എന്ന് വെച്ചാൽ വിത്ത് എന്ന് പറയുന്നത് വിത്തിൻ്റെ കൂടെ നമ്മൾ വാട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സെൻറ്റൻസ് നോക്കുക. വാട്ട് വിത്ത് സ്റ്റോംസ് ആൻഡ് ഓൾ their return was delayed. വാട്ട് വിത്ത് സ്റ്റോംസ് ആൻഡ് ഓൾ എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും, കാറ്റും മഴയുമാണ്, അല്ലെങ്കിൽ കാറ്റാണ്, കൊടും കാറ്റാണ്, അവരുടെ തിരിച്ചു വരവ് ഡിലേ ആയി. അപ്പം ആ ഒരു യൂസേജ് മാത്രം നോക്കുക. വിത്തിൻ്റെ കൂടെ വാട്ട് വരുമ്പം എങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കുക. നിങ്ങളിത് പഠിക്കുമ്പം ഈ എക്സാമ്പിൾ നോക്കുക, എന്നിട്ട് വേണം ഇത് നോക്കാൻ, മേളിലത്തെ ആ ഒരു സെൻറ്റൻസ് നോക്കാൻ. അപ്പം എളുപ്പമുണ്ടാവും, പഠിക്കാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇത് നിങ്ങൾക്കറിയാവുന്നതല്ല, വാട്ട് നമ്മൾ ചെറുപ്പം മുതലേ യൂസ് ചെയ്ത് വരുന്ന ഒരു വേർഡാണ് വാട്ട് ഈസ് യുവർ നെയിം. അപ്പം അതിലൊക്കെ നമ്മൾ ഒരാളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് സാധാരണ വാട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത്ര ഓർത്താൽ മതി, കൂടുതലൊന്നും ഓർക്കണ്ട. വിച്ച് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ്, WHICH, വിച്ച് ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. ഇൻട്രോഗേറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദ്യമാണ്, ക്വസ്റ്റ്യനിങ്ങിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രോഗേറ്റീവ് പ്രോണൗണിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം, ഇപ്പം ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വന്നിട്ട് വിച്ച് ഈസ് ദ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ഡിസ്ക്രൈബ്ഡ് ഹിയർ, ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ ഏതാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം അതിൻ്റെ അകത്ത് വാട്ടാണോ, വിച്ച് ആണോ, വേർ ആണോ, ഹൂ ആണോ, ഹൗ ആണോ ഉള്ളതെന്ന്. അപ്പം വിച്ച് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഡു യു വാണ്ട്, എന്നല്ലേ ഇതിലേതാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് നമുക്ക് വിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ വിച്ച് വൺ, ഏതാണ് വേണ്ടത്, ഒരു സെലക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വിച്ച് നമുക്കവിടെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാം. വിച്ച് എവർ, എനിവൺ, ദാറ്റ്. അപ്പം ഏതാണ് വേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതുപോലെ തന്നെ രണ്ടാമത്തേതും അതേ സെയിം ആശയമാണ് വരുന്നത്. ചൂസ് വിച്ച് അപ്പീൽസ് ടു യു, നിനക്ക് ഇഷ്ടമുള്ളത് എന്ന് തോന്നുന്നത് നീ അങ്ങ് എടുത്തോ. അപ്പം അവിടെയും വിച്ച് ആണ് വരുന്നത്. യൂസ്ഡ് റിലേറ്റീവ്ലി ഇൻ റെസ്ട്രിക്റ്റീവ് ആൻഡ് നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസസ് ടു റെപ്രസെൻറ്റ് സ്പെസിഫൈഡ് ആൻറ്റിസിഡൻറ്റ്. ഇപ്പം ഏതൊരു കാര്യം, പഴയ കാര്യം, ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് നടന്നൊരു കാര്യം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കുക. ദ ബുക്ക് വിച്ച് ഐ റെഡ് ലാസ്റ്റ് നൈറ്റ് വാസ് എക്സൈറ്റിംഗ്. അപ്പം ദ ബുക്ക്, കഴിഞ്ഞ രാത്രി ഞാൻ വായിച്ച പുസ്തകം അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു, വളരെ നല്ലൊരു കാര്യമായിരുന്നു, നല്ലൊരു പുസ്തകമായിരുന്നു.
അപ്പം വിച്ച് ഐ റെഡ് ലാസ്റ്റ് നൈറ്റ്, പണ്ട് നടന്നൊരു കാര്യം സൂചിപ്പിക്കുന്നതിന് നമ്മളവിടെ വിച്ച് യൂസ് ചെയ്തിരിക്കും. വെയർ എന്ന് പറയുന്നത് എന്താണ്, എവിടെ എന്നൊക്കെ ഒരർത്ഥം വരുന്നതാണ്. വേർ ഡു യു കം ഫ്രം, എവിടെ നിന്നാണ് നീ വരുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പം അതൊരു ഇൻട്രോഗേറ്റീവ് അഡ്വർബാണ്. അതിനൊന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക, വേർ ഈസ് ഹി, വേർ ഡു യു ലീവ്. അപ്പോൾ അവൻ എവിടെ പോയി, വേർ ഈസ് ഹി, അവൻ എവിടെയാണ്. വേർ ഡു യു ലീവ്, എവിടെയാണ് നീ താമസിക്കുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതിനാണ് വേർ യൂസ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ, വേർ ഡു യു സ്റ്റാൻഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ. ഇപ്പം ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് നിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുന്നതാണ് ഇൻ വാട്ട് പൊസിഷൻ ഓർ സർക്കംസ്റ്റൻസസ്. അപ്പോൾ വേർ ഡു യു സ്റ്റാൻഡ്, നിന്റെ നിലപാട്, ഈ ഒരു ചോദ്യത്തിന് നിന്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം അവിടെയും നമുക്ക് വേർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് വേർ ആർ യു ഗോയിങ്, എങ്ങോട്ടാണ് നീ പോകുന്നത്. ടു അത് എന്താണ്, ടു വാട്ട് പ്ലേസ് പോയിന്റ് ഓർ എൻഡ്. അപ്പം എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്നാണ് വരുന്നത്, എല്ലാം ഒരു സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിനാണ് നമ്മൾ വേർ യൂസ് ചെയ്യുന്നത്. ഫ്രം വാട്ട് സോഴ്സ്, ഉത്ഭവം അറിയുന്നതിന്, ഉത്ഭവം എന്നാണ് സോഴ്സിന് പറയുക. അപ്പം സെന്റൻസ് നോക്കുക, വേർ ഡിഡ് യു ഗെറ്റ് സച്ച് എ നോഷൻ. നിനക്ക് ഇവിടെ നിന്ന് നിനക്ക് ഈ വികാരം എവിടെ നിന്ന് കിട്ടി. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു വികാരം, നോഷൻ എന്ന് വെച്ചാൽ ഉള്ളിലുള്ള, നമ്മുടെ ഉള്ളിലെ വികാരം എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് ഇത്രയും വികാരം നിനക്ക് കിട്ടിയത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഉത്ഭവം അറിയുന്നതിന് നമുക്ക് വേർ. അതുപോലെ ഒരു എക്സാമ്പിളാണ് ഫൈൻഡ് വേർ ഹി ഈസ്. അവിടെ വേർ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ, അവൻ എവിടെ പോയെന്ന് കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് വേറെ യൂസ് ചെയ്യാം. ഐ വിൽ ഗോ വേർ യു ഗോ, ഞാൻ നീ പോയയിടത്തൊക്കെ ഞാനും പോകും. ഐ വിൽ ഗോ വേർ യു ഗോ. അപ്പം രണ്ട് സെന്റൻസ് തമ്മിൽ കണക്ട് ചെയ്യാനും നമുക്ക് വേറെ കൊണ്ട് പറ്റും. ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗോ, ഞാൻ പോവും. വേർ യു ഗോ, നീ പോയയിടത്ത്, നീ പോയി. അപ്പൊ ഈ രണ്ട് സെന്റൻസ്, ഐ വിൽ ഗോ എന്ന് പറയുന്നത് യു ഗോ എന്ന് പറയുന്നതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനും വേറെ നമുക്ക് സാധിക്കും. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൂ ആണ്. ഹൂ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെ. അതിൻ്റെ ഹൂവിൻ്റെ രണ്ട് ഫോംസ് ആണ്, ഹൂം ആൻഡ് ഹൂസ് എന്ന് പറയും. അത് ഓർത്തിരിക്കുക, ഹൂവിൻ്റെ രണ്ട് ഫോമാണ്, ഹൂം അല്ലെങ്കിൽ ഹൂസ് എന്ന് പറയും. അപ്പം പ്രോണൗൺ പൊസസീവ് ഹൂസ്, ഒബ്ജക്റ്റീവ് ഹൂം. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആളെ കുറിച്ച് പറയുവാണെങ്കിൽ, ആളുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിന് ഹൂസ് എന്നും, ഇപ്പം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതിന് ഹൂം എന്നുമാണ് പറയാറുള്ളത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പിന്നീട് നോക്കാം. ഒന്നാമതായിട്ട് ഹൂ എന്ന് പറയുന്നതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് പേഴ്സൺ ഓർ പേഴ്സൺസ്, ആരെങ്കിലും കുറിച്ച്, ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നതിനാണ്. ഹൂ ഡിഡ് ഇറ്റ്, ആരാണ് ഇത് ചെയ്തത്. അപ്പം ആരാണ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയാണ് ഹൂ കൊണ്ടുവരുന്നത്. സെക്കൻഡ്, ഹൂ ഡസ് ഷീ തിങ്ക് ഷീ ഈസ്, അവൾ എന്താണ് വിചാരിക്കുന്നത് അവളെ പറ്റി അല്ലേ. അങ്ങനെ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ ഹൂ യൂസ് ചെയ്യാറുണ്ട്. ഒരു മനുഷ്യനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഓഫ് എ പേഴ്സൺ ഓഫ് വാട്ട് ക്യാരക്ടർ ഒറിജിൻ. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരാളുടെ ക്യാരക്ടർ, ഒറിജിനും പൊസിഷനും ഇമ്പോർട്ടൻസും അതെല്ലാം നമുക്ക് ഹൂയിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഹൂ ഡസ് ഷീ തിങ്ക് ഷീ ഈസ്, അവൾ ആരാണ് അവളുടെ വിചാരം, അവിടെ നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യുന്നത്. തേർഡ്, എനി കിഡ് ഹു വാണ്ട്സ് ടു ക്യാൻ ലേൺ ടു സ്വിം. Used relatively in restrictive and non-restrictive clauses to represent a specific antecedent, the antecedent being a person or something, an animal or personified thing. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ആൻറ്റിസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തീരുമാനമെടുത്തൊരു കാര്യം. അതിപ്പം ഏത് പേഴ്സൺ ആണെങ്കിലും, ബേർഡ്സ് ആണെങ്കിലും, ആനിമൽസ് ആണെങ്കിലും, എന്തെങ്കിലും ഒരു കാര്യം, അതിനെയാണ് ആൻറ്റിസിഡൻ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് നോക്കുക, എനി കിഡ് ഹു വാണ്ട്സ് ടു ക്യാൻ ലേൺ ടു സ്വിം. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഹു വാണ്ട്സ് ടു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻറ്റിസിഡൻ്റ്. എന്ന് വെച്ചാൽ ഒരു കുട്ടി, അവന് ആഗ്രഹമുള്ള ഒരാൾക്ക് അവന് നീന്താൻ പഠിക്കാം. ഇപ്പോൾ ഒരു കൊച്ചിന് നീന്താൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവനൊരു ഉള്ളിലൊരു ആഗ്രഹം വേണം. അപ്പോൾ ആ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ നേരത്തെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതാണ് ആൻറ്റിസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയും നമുക്ക് ഹൂ യൂസ് ചെയ്യാൻ പറ്റും. ഹൗ എന്ന് പറയുന്നത് ഹൗ മച്ച് അല്ലേ, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക്. അപ്പം
എന്തുമാത്രം, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, ഹൗ ആർ യു എന്നൊക്കെ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹൗ എന്ന് പറയുന്നത്. ഹൗ ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് ആഡ് വെർബ്. എക്സാമ്പിൾ, ഹൗ ഡിഡ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻ, എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഇൻ വാട്ട് വേ ഓർ മാനർ, ബൈ വാട്ട് മീൻസ്, അപ്പം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിന് അർത്ഥം വരുന്ന ഒരു വേർഡാണ് ഹൗ എന്ന് പറയുന്നത്. രണ്ടാമത്, ഹൗ ഡാമേജ്ഡ് ഈസ് ദി കാർ, എന്തുമാത്രം കാറ് ഡാമേജ് ആയി. അപ്പോൾ എന്തുമാത്രം എന്നുള്ളതിന് ആ ഒരു ഐഡിയ വരുന്നതിന് നമ്മൾ ഹൗ യൂസ് ചെയ്യാറുണ്ട്. ഹൗ ആർ യു, ഇൻ വാട്ട് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ, ഒരാളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഹൗ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഹൗ ആർ യു, എന്തൊക്കെയുണ്ട്. ഫോർ വാട്ട് റീസൺ, വൈ, ഹൗ ക്യാൻ യു ടോക്ക് സച്ച് എ നോൺസെൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിന് നമുക്ക് ഹൗ യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്, ഹൗ ക്യാൻ യു ടോക്ക് സച്ച് എ നോൺസെൻസ്, ഇത്രയും വിഡ്ഢിത്തരം പറയാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു, എങ്ങനെ സാധിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു കാരണം ചോദിക്കുന്നതിന് ഫോർ എ റീസൺ ആണ് നമ്മൾ ചോദിക്കുന്നത്, എങ്ങനെ പറ്റുന്നു എന്ന്. അപ്പം അതിന് നമുക്ക് ഹൗ യൂസ് ചെയ്യാം. ആസ് എ കൺജക്ഷൻ, ഹൗ ക്യാൻ ബി used as the manner or way in which he couldn't figure out how to solve the problem. അവൻ അറിയത്തില്ല അവൻ ആ പ്രോബ്ലം എങ്ങനെ അവന് കൈകാര്യം ചെയ്യണമെന്ന്. അപ്പം എങ്ങനെ എന്നുള്ള ഒരു ഐഡിയ അവിടെ വരിക. ആസ് എ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റൻസ് തമ്മിൽ യോജിപ്പിക്കാൻ. ഹൗ എങ്ങനെയാണ് ആ രണ്ട് സെൻറ്റൻസ് തമ്മിൽ യോജിപ്പിച്ചത്. ഹി കുഡിൻ ഫിഗർ ഔട്ട്, അവന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഹൗ ടു സോൾവ് ദ പ്രോബ്ലം, ഒരു പ്രശ്നം പരിഹരിക്കുക, അത് രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് ആണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നത്, കൺജങ്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഹൗ ആണ്, അല്ലേ. രണ്ട് ഐഡിയാസ് ആണ്. ഹി കുഡിൻ ഫിഗർ ഔട്ട്, ടു സോൾവ് ദ പ്രോബ്ലം, അത് രണ്ടും യോജിപ്പിക്കുന്നത് ഇവിടെ ഹൗ ആണ്. അപ്പം ആ രണ്ടും യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ രീതിയിലായി. അവൻ അറിയത്തില്ല ആ ഒരു പ്രശ്നം എങ്ങനെ അവന് പരിഹരിക്കാൻ പറ്റും. ഹി കുഡിൻ ഫിഗർ ഔട്ട് ഹൗ ടു സോൾവ് ദി പ്രോബ്ലം, അവിടെ നമുക്ക് ഹൗ യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൻ ആണ്. വെൻ, എപ്പോഴാണെന്നൊക്കെ ചോദിക്കില്ല. അപ്പം അതൊരു സമയത്തിൻ്റെ ഒരു കാര്യമാണ്. ഏത് കാലഘട്ടത്തിൽ നടന്നു. വെൻ ഡിഡ് ദാറ്റ് ഹാപ്പൻ, വെൻ വാസ് ദ ലാസ്റ്റ് ഇയർ, വെൻ ഡിഡ് ദ റിസൾട്ട് കം. അപ്പം അതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു സമയത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആസ് ആൻ ആഡ്വേർബ്, അറ്റ് വാട്ട് ടൈം ഓർ പീരീഡ്, ഹൗ ലോങ് എഗോ, ഹൗ സൂൺ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിനൊക്കെ വെൻ നമ്മൾ യൂസ് ചെയ്യാറ്. വെൻ ആർ ദേ ടു അറൈവ്, എപ്പോഴാണ് അവർ വരിക. രണ്ട്, വെൻ വിൽ യു റീച്ച് ഫോർ ദി വെഡിങ്, എപ്പോഴാണ് നീ കല്യാണത്തിന് വരിക. അപ്പോൾ അതൊക്കെ ഓരോ സമയാനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് നമുക്ക് വെൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന എക്സസൈസ് ഉണ്ടല്ലോ, ഞാൻ വാട്സാപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ എക്സസൈസ് കമ്പോസ് എ ഷോർട്ട് കോൺവെർസേഷൻ ഇൻ വിച്ച് ദ വേർഡ്സ് വാട്ട്, വിച്ച്, വൈ ആൻഡ് ഹൗ ആർ യൂസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടിലാരോടോ സംസാരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് കോൺവെർസേഷൻ എനിക്ക് എഴുതി തരിക. അതിൽ വാട്ട്, വിച്ച്, വൈ ആൻഡ് ഹൗ യൂസ് ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ടൊരു സ്റ്റോറി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ വാട്ട്, വിച്ച്, വൈ ആൻഡ് ഹൗ യൂസ് ചെയ്ത് ഒരു കോൺവെർസേഷൻ എനിക്ക് അയച്ചു തരണം. ഞാനത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്. രവി വിൽ പ്രിപ്പയർ, ഒരു എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുകയാണ്. രവി വിൽ പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് ടുഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ രവി ഇന്ന് തന്നെ അവൻ്റെ ഡ്രാഫ്റ്റ്, അവൻ ചെയ്യേണ്ട കാര്യത്തിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്രാഫ്റ്റ് ഇന്ന് തന്നെ അവൻ പ്രിപ്പയർ ചെയ്യും. അപ്പം അതൊരു സമയമാണ് സൂചിപ്പിക്കുന്നത്, ഇന്ന് തന്നെ എന്നുള്ളത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്, വെൻ വിൽ രവി പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ്. അതുപോലെ ഒരു സെൻറ്റൻസ് വരികയാണ്, യു വിൽ ഫൈൻഡ് ദ കീസ് ഓൺ ദ ടേബിൾ. യു വിൽ ഫൈൻഡ് ദ കീസ്, നിനക്ക് ആ ഒരു കീസ്, താക്കോല് ടേബിളിൽ തന്നെയുണ്ട്. നിനക്ക് ആ താക്കോല് ആ ടേബിളിൽ തന്നെ നോക്കിയാൽ കാണാം. അപ്പം അത് ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്, അവിടെ വേർ വിൽ യു ഫൈൻഡ് ദ കീസ്, എവിടെയാണ് കീസ് ഇരിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന് ഉത്തരമാണ് യു വിൽ ഫൈൻഡ് ദ കീസ് ഓൺ ദ ടേബിൾ. അപ്പോൾ വെൻ വിൽ രവി പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ്, എപ്പോഴാണ് രവി ഡ്രാഫ്റ്റ്, പ്രൊജക്റ്റിൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് രവി വിൽ പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് ടുഡേ ഇറ്റ്സെൽഫ്.
അപ്പം നിങ്ങൾ ഈ തന്നിരിക്കുന്ന താഴത്തെ കുറേ ആൻസേഴ്സ് ആണ് ഇതൊക്കെ. ദ മെൻ പുൾഡ് ദ ആനിമൽ ഔട്ട് യൂസിങ് റോപ്സ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു ആനിമലിനെ വടം കൊണ്ട് വലിച്ച് പുറത്തെടുത്തു. അപ്പം ആ ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കി കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു 8 ആൻസേഴ്സിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അതും കൂടെ ഈ ഒരു എക്സസൈസിൻ്റെ കൂടെ ചെയ്യുക. എനിക്ക് അയച്ചു തരണം, മെയിൽ ഐ ഡി തന്നെ അയച്ചു തരിക. അപ്പോൾ ഈ ഒരു ക്ലാസ് അത്രയേ ഉള്ളൂ. ഈ എക്സസൈസ് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ സംശയമുള്ളവർ കൃത്യമായിട്ട് എന്നോട് ചോദിക്കാൻ മടിയുണ്ടാവരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ശരി, താങ്ക് യു.